മുഖ്യധാര ട്യൂഷൻ ഹോമായിരുന്നു ഈ നാട്ടിലെ ഏറ്റവും വലിയ ട്യൂഷൻ ഹോം. ഇന്നാണെങ്കിൽ ഓക്സ്ഫോർഡ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായ രീതിയിൽ ഇത് കുട്ടികൾക്ക് പഠിക്കാനും വായിക്കാനും വേണ്ട വിധത്തിൽ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പ്രണവ് ആർട്സ് ക്ലബിലൂടെ ധാരാളം കുട്ടികൾക്ക് 10-30 വർഷങ്ങൾക്ക് മുമ്പേ കലാകാരന്മാരെയും കലാകാരികളെയും വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഇന്നാട്ടിലെ ഒരു ആർട്സ് ക്ലബായിരുന്നു പ്രണവ് ആർട്സ് ക്ലബ്. ഇടക്കാലത്ത് വെച്ച് അതിന്റെ പ്രവർത്തനം മന്ദീഭവിക്കുകയും ഇപ്പോൾ ആഗസ്റ്റ് മുതൽ അതിന്റെ പ്രവർത്തനം ഊർജിതമാക്കുകയും ഒരു കൂട്ടം യുവാക്കളും യുവതികളും ഞങ്ങളെ പോലുള്ള വൃദ്ധരും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി പ്രണവ് ആർട്സ് ക്ലബ്ബ് ഇന്ന് കരിങ്കുളത്തിന്റെ അഭിമാനമാക്കി എടുക്കാൻ സുമൻ ഉൾപ്പെട്ട കമ്മിറ്റിക്ക് കഴിഞ്ഞതിൽ തന്നെ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം കരിങ്കുളം പഞ്ചായത്തിന്റെ കേരളോത്സവ പദ്ധതിയിൽ പ്രണവ് ആർട്സ് ക്ലബ്ബ് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുകയും മിനിഞ്ഞാന്ന് നടന്ന പാട്ടും വരയും എന്ന CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കരിങ്കുളം ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പാട്ടും വരയും ഈ മത്സരത്തിലും പ്രണവത്തിലെ കുട്ടികൾ പങ്കെടുത്തു. ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങിച്ചത് പ്രണവം കൂട്ടുകാർ തന്നെയാണ്. അപ്പൊ ഇതിനെല്ലാം മുന്നിൽ നിൽക്കുന്നത് സുമൻ, ദിലീപ്, സുബിൻ, നമ്മുടെ ഈ നാട്ടിലെ ശരത് വേണ്ടപ്പെട്ടവരാണ്. അവരെ എല്ലാവരെയും അവര് സ്നേഹത്തോടുകൂടിയും സഹകരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു മനസ്സാണ് അവിടത്തെ ഈ വിജയം. അതേപോലെ തന്നെ സുമനെ പോലെ എഴുത്തുകാരായ ധാരാളം പേർ നമ്മുടെ നാട്ടിലുണ്ട്. രാധാകൃഷ്ണൻ, ബർഗമാൻ തോമസ് തുടങ്ങി ധാരാളം എഴുത്തുകാരും സാഹിത്യകാരന്മാരുണ്ട്. നമ്മളെ ജാതി മത ഭേദമന്യേ സാഹിത്യകാരന്മാരെല്ലാം ഒരു കുടക്കീഴിൽ നിന്ന് പ്രവർത്തിച്ചാൽ ഈ കരിങ്കുളം മണ്ണിനെ ഒരു കലാക്ഷേത്രമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും സുമൻ ഇനിയും ധാരാളം പുസ്തകങ്ങൾ നമുക്ക് നാടിനും നാട്ടാർക്കും വേണ്ടി സമർപ്പിക്കാനുള്ള ഒരു കഴിവ് സുമനുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി.